നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഒരു നല്ല ആളാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു പരാജയമാണ്. എൻ്റെ പേര് ഓയിച്ച് റഹ്മാൻ, ഇന്നർ പവർ കോച്ച്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, വലിയ ബിസിനസ് സ്വപ്നങ്ങളുമുണ്ട്. പക്ഷേ എന്തോ ഒന്ന് എപ്പോഴും നിങ്ങളെ പുറകോട്ട് വലിക്കുന്നു. നിങ്ങളുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഭാരവും വ്യക്തതക്കുറവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അതിന് കാരണം മറ്റൊന്നുമല്ല, സമൂഹത്തിനെയും ചുറ്റുപാടിനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അണിഞ്ഞിട്ടുള്ള നല്ലവൻ എന്ന ആ ഭാരമേറിയ മുഖം മൂടിയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് കാരണം. മറ്റുള്ളവരെന്താ വിചാരിക്കുന്ന ഒരൊറ്റ ചിന്ത നിങ്ങളുടെ ഉള്ളിലെ അപാരമായ ഊർജത്തിനെ, അപാരമായ നിങ്ങളുടെ ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ആ സൃഷ്ടാവിനെ നിങ്ങളെ വെറും ഒരു സാധാരണക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ്. പൗരാണിക ചൈനീസ് ചിന്തകളിൽ നമ്മുടെ ജീവോർജത്തെ കീ എന്നാണ് വിളിക്കുന്നത്. ഈ ഊർജം ഒരു ലക്ഷ്യത്തിലേക്ക് അതിശക്തമായി പ്രവഹിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ജീവോർജം പല വഴിയായി ചിതറിപ്പോകും. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഊർജ ചോർച്ച സംഭവിക്കുകയും ചെയ്യും. ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വൻതോതിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അത് നമ്മുടെ ഏകാഗ്രതയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും അത് പൂർണ്ണമായും നശിപ്പിക്കും. നിങ്ങളുടെ തലയിൽ ഇപ്പോൾ ആ ഭാരമുണ്ടല്ലോ, അത് ഈ ഊർജ ചോർച്ച കാരണത്താലാണ് സംഭവിക്കുന്നത്. ലോകത്തെ മാറ്റിമറിച്ച വലിയ വ്യവസായികളും പ്രൊഫഷണലുകളും നല്ലവരായിരുന്നില്ല. അതായത് സമൂഹം നല്ലവർ എന്ന് പ്രഖ്യാപിച്ചായിരുന്നില്ല. കാരണം അവർ പലരെയും അല്ലെങ്കിൽ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്. അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ആ അറിവിലും കഴിവിലും തികഞ്ഞ അഹങ്കാരവും ഉണ്ടായിരുന്നു. ആ ഒരു അധികാരഭാവമാണ് അവരെ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. ഇന്ന് മുതൽ തന്നെ ആ പഴയ മുഖംമൂടി ഉണ്ടല്ലോ, എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന, അത് വലിച്ചങ്ങടറിയുക. എന്നിട്ട് നിങ്ങളുടെ ജീവോർജത്തെ അങ്ങ് സ്വതന്ത്രമാക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് ജീവോർജത്തിന് ബ്ലോക്ക് ചെയ്യരുത്. അത് ഈ 3 കാര്യങ്ങളൊന്ന് പരിശീലിക്കുക. ഒന്ന്, എല്ലാവരുടെ മുന്നിലും നല്ലവനാകാനുള്ള ആ ശ്രമം അങ്ങ് വീക്ഷിക്കുക. കാരണം കഴിയില്ല, അങ്ങനെ ഒരാൾ ഇവിടെ ഈ ലോകത്ത് ഇല്ല, അത് ആർക്കും ആവാനും കഴിയില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലോ ജീവിതത്തിലോ ഇനി ഒരൊറ്റ തീരുമാനം എടുക്കാൻ പാടില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുത്താൻ, നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ, അതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ മാത്രമേ ഇനി എടുക്കാവൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഊർജത്തിന് ഇരുമ്പ് മറകൾ സൃഷ്ടിക്കണം. നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ആ ഫ്രീക്വൻസിൻ്റെ, ഊർജത്തിൻ്റെ ഫ്രീക്വൻസിക്കും ഒപ്പം നിൽക്കാൻ പറ്റാത്ത ആളുകളെ, അതായത് നിങ്ങളുടെ ജീവ ഊർജം വലിച്ചെടുക്കുന്ന ദുർബലരായ ആളുകളുണ്ട്, അവരിൽ നിന്ന് കർശനമായി വിട്ടുനിൽക്കുക. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നോ പറയാൻ ശീലിക്കണം. മൂന്നാമത്തെ കാര്യം, എനിക്ക് ഇനി ഒന്നും ഒളിക്കാനില്ല എന്ന ആ പരമമായ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. ഈ ഇൻഡസ്ട്രിയിലെ ഒന്നാമനാകണം എന്ന നിങ്ങളുടെ വാശിയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം, അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആകണം എന്ന നിങ്ങളുടെ സ്വപ്നങ്ങളും യാതൊരു സങ്കോചവുമില്ലാതെ പൂർണ്ണ അധികാരത്തോടെ ഈ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കണം. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഊർജം, നിങ്ങളുടെ ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ജീവോർജം അണ പൊട്ടി ഒഴുകുന്നത്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിന്ന് മൃഗീയമായ ഭയത്തോടെ ജീവിക്കാനല്ല, ഈ ലോകത്തെ നിയന്ത്രിക്കാനാ. അതിനുള്ള ഊർജം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കിനി ഭയമില്ല എന്ന ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ അത്യുജ്വലമായ ആ അവസ്ഥ നിങ്ങളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ നയിക്കാൻ ഒരു തേരാളിയായി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ദേഷ്യം, അസൂയ, വാശി, ഇതുപോലുള്ള അസ്വസ്ഥതകളുണ്ടല്ലോ, ഇതിനെ നമുക്ക് അങ്ങ് ട്രാൻസ്ഫോം ചെയ്യാം. ഒരു ആൽക്കമിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ തൊഴിലിൽ ഒന്നാമനാകാനുള്ള ഇന്ധനമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ തലവര മാറ്റാൻ പോകുന്ന അറിവുകളുമായി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അടുത്ത വീഡിയോക്കായിട്ട് കാത്തു നിൽക്കുക. See you there.